ഫിൽറ്റർ കോഫി അബുദാബി. ഞാൻ രാവിലെ തന്നെ ജസ്റ്റ് ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഔട്ട്സൈഡ് ബിക്കോസ് ബ്ലഡ് ടെസ്റ്റിന് പോകണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കെറ്റിൽ കോർണറിൽ രാവിലെ തന്നെ വന്നു. ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടില്ല, കാപ്പി വന്നിട്ടുള്ളൂ. ഐ വിൽ സൂൺ ഗെറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഗുഡ് മോർണിംഗ്. രാവിലത്തെ ഫ്രഷ്ലി ബ്രൂഡ് ഫിൽറ്റർ കോഫി. സോ നൗ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് 8 o'clock ഹിയർ. എന്നാലും ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ് ഇവിടെ. സോ ഞാൻ ഇന്ന് വിചാരിച്ചു ഞാനിന്ന് ഇവിടെ നിന്ന് കുറച്ച് സൗണ്ട് കുറവായിരിക്കും, എന്നാലും പുറത്ത് വന്നിരുന്നൊന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും വീട്ടിനകത്തല്ലേ ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ഞാൻ എന്താ പറയാൻ വരുന്നതെന്നറിയോ? ഫിൽറ്റർ കോഫിയാണ് കേട്ടോ. കണ്ട, മദ്രാസിൻ്റെ സ്പെഷ്യലാണ് ഫിൽറ്റർ കോഫി. സോ ഇന്ന് രാവിലെ കാപ്പിയും ഒന്നും കുടിക്കാതെയാണല്ലോ ഇന്ന് പോകേണ്ടിയിരുന്നത് ടെസ്റ്റിന്. ഇവിടെ പിന്നെ ടെസ്റ്റൊക്കെ വെറുതെ ഒരു കാർഡ് കൊടുത്താൽ മതി, ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി ദേ വിൽ ഡു ഇറ്റ്. അതങ്ങനെയൊക്കെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് ഇവിടെ. കുറച്ച് സൗണ്ട് കുറവായിരിക്കും കേട്ടോ, എന്നാലും ജസ്റ്റ് ലിസൺ ടു മീ ഹിയർ. ഇവിടെ വന്നപ്പോൾ എനിക്കൊന്ന് എടുക്കണം എന്ന് തോന്നി. കണ്ടോ, ഇതൊരു നല്ല രസമുള്ളൊരു കെഫെയാണേ. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ താഴെ തന്നെയാണ്. അപ്പോൾ ഒരു സിപ്പ് കുടിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങും. ഒരു ഫീലാണ് കേട്ടോ ഇത്. ഞാൻ പറയാൻ വന്നത്, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമുണ്ടോ? കുറേ പേര് ഇന്നലെ എൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് ചേച്ചിയെ പോലെ പറയണം എന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, പേടിയാണ് എന്നൊക്കെ പറഞ്ഞു. ആദ്യമൊക്കെ എനിക്കും പേടിയായിരുന്നു, മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്നുള്ള പേടി. ഇപ്പം എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ആരെന്തെങ്കിലും വിചാരിക്കട്ടെ, ഞാൻ ചെയ്യുന്ന റൈറ്റ് ഞാൻ പറയും. അതിൽ റോങ് ഉണ്ടെങ്കിൽ ആൾക്കാർ ചൂണ്ടിക്കാണിക്കും, ഞാനത് പിന്നെയും ഞാൻ റൈറ്റ്, എൻ്റെ പക്ഷത്തുള്ള റൈറ്റ് ഞാൻ പറയും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ടൊരു ചെറിയ ടെക്നിക്സ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് പറയട്ടെ? യു ഷുഡ് സ്റ്റാർട്ട് ഒബ്സർവിങ് യുവർ സെൽഫ്. നിങ്ങൾ 2 കാര്യങ്ങൾ നിങ്ങളുടെ ദിവസവും ഒബ്സർവ് ചെയ്യണം. നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കാര്യങ്ങൾ. മേ ബി നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ഭംഗി, അല്ലെങ്കിൽ നിങ്ങളുടെ കളറ്, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ്, മൂക്ക്, എന്തെങ്കിലും ഒരു അഴക് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? പിന്നെ അപ്പോൾ ഒരു ഓവറോൾ പേഴ്സണാലിറ്റി എന്ന് പറയാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങളെ പറ്റിയുള്ളത് എന്താണെന്നൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസ് തന്നെ ഉണ്ടെങ്കിൽ അതും നോട്ട് ചെയ്ത് വെക്കും. ഇത് 2 ആയില്ലേ? ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ പ്ലസും മൈനസും നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങളിലുള്ള ക്യാരക്ടർ, അതിലേറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ് നിങ്ങളിലുള്ളത്? നിങ്ങൾക്ക് ഒട്ടും നിങ്ങളെ തന്നെ പിടിക്കാത്ത സമയമല്ലേ, അതെപ്പോഴാണെന്ന് എൻ്റെത് പറയട്ടെ. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. മിക്കവാറും കാര്യങ്ങളിൽ ഇഷ്ടമാണ്. ഭംഗിയുടെ കാര്യത്തിൽ എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ, ഐ ലുക്ക് നൈസ് വെൻ ഐ എം വെയറിങ് സാരി. എൻ്റെ ഈ ഡ്രസ്സുമൊക്കെ നല്ല തന്നെയാണ് കേട്ടോ, ബിക്കോസ് ഞാനധികം ഫാറ്റല്ല. അത് പറയാൻ പാടില്ലായിരിക്കാം, പക്ഷേ എനിക്ക് എന്നിൽ തന്നെ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുന്നത് കൊണ്ടാണ്. ഒരുപാട് വണ്ണമില്ല എനിക്ക്, അതാണ് എനിക്ക് എന്നിൽ തന്നെ ഇഷ്ടമുള്ള കാര്യം. എൻ്റെ എനിക്ക് ഫിസിക്കലി ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്നറിയോ? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചേച്ചി, അപ്പോൾ പിന്നെ ചേച്ചി ഇത് ഇവിടെ പറയുന്നതിൽ അർത്ഥമില്ലെന്ന് പറയും. പറയണോ ഫിസിക്കലി ഇഷ്ടമില്ലാത്ത കാര്യം? വേണ്ട, പറയണ്ട. ഇല്ല, പറയാട്ടോ. ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് വെളുക്കണം എന്നുണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് നല്ലതല്ലെന്ന്. പക്ഷേ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം എൻ്റെ കളറാണ്. അതാണ് എൻ്റെ ഫിസിക്കൽ ആദ്യം ഇഷ്ടമില്ലാതിരുന്നത്. പിന്നെ ഇഷ്ടമില്ലാതിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ലൈക്ക് വളരെ മെലിഞ്ഞ കൈകാലുകളാണ്. അപ്പോൾ ആളുകൾ പറയും വളരെ മെലിഞ്ഞ കൈകാലുകൾ നല്ലതാണെന്ന് പറയും. അപ്പോൾ അത് എൻ്റെ കാര്യം ഞാൻ പറയുന്നൊന്നുമില്ല, നിങ്ങൾ എഴുതി വെച്ച് നോക്കിക്കോളൂ. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ഓപ്പൺലി. പിന്നെ ക്യാരക്ടറിൽ എനിക്ക് ഇഷ്ടമുള്ളത്, എന്നെ ഏറ്റവും ഇഷ്ടമുള്ളത്, ഞാൻ ഭയങ്കര ബ്രൂട്ടലി ഓണസ്റ്റാണ്. എന്നെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഞാൻ സത്യം വിളിച്ചു പറയും. നുണ പറയത്തേയില്ല. നുണ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഇല്ല. ചെറുപ്പത്തിൽ വല്ല അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ എന്തെങ്കിലും സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കളവുകളല്ലാതെ, അതും വളരെ റെയറായിട്ടാണ് കേട്ടോ, അല്ലാതെ പറഞ്ഞിട്ടില്ല.
ചെയ്ത തെറ്റ് പോലും വിളിച്ചു പറയും. അതാണ് ഞാൻ. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള ട്രേറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾ നോക്കണേ. ഇവിടെ ഒരു നല്ല സ്ഥലമായതുകൊണ്ടേ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കേൾക്കാൻ നല്ലോണം പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനിത് അപ്ലോഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഷൂട്ട് ചെയ്തിട്ട് ഇടാവേ. നല്ല കോഫിയാണ്. രാവിലെ ഇവരൊക്കെ എത്ര രാവിലെ ആയിരിക്കും എനിക്ക് വരുന്നത്. താങ്ക് യു. ഇതൊരു 8 മണിക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ 7 മണിക്ക് തുറക്കും. പിന്നെ ബുർജിയിൽ ഞാൻ പോയപ്പോഴാണ് നേഴ്സ് എത്ര രാവിലെ വന്നിട്ടുണ്ടാവില്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. കപ്പിൻ്റെ കളറ് കണ്ടോ, നല്ല രസമുണ്ട്. സോ ഇന്ന് വെറുതെ ഒരു ചെറിയ ചിറ്റ്ചാറ്റുമായിട്ട് രാവിലെ വന്നു എന്ന് മാത്രം. സോ 2 കാര്യങ്ങൾ എൻ്റേത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും. എൻ്റെ ക്യാരക്ടറിൽ ഇഷ്ടമല്ലാത്ത കാര്യം എന്താണെന്നറിയോ? പെട്ടെന്ന് ദേഷ്യപ്പെടും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കളയും. അത് ചെയ്യാൻ പാടില്ല. കുറച്ച് നേരം ഇരുന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണെങ്കിൽ ആ ദേഷ്യം അങ്ങ് പോകും അല്ലേ. ഇന്നലെ ഞാൻ കിടന്ന് ചാടിയില്ലേ യൂട്യൂബിൽ, ആ ഒരു ദേഷ്യമേ ഇന്ന് എനിക്കില്ല. ആ സമയത്തേ ഉള്ളൂ. ആരും പറയണ്ടായിരുന്നു ടെസ്റ്റോസ്റ്റെറോൺ കൂടുതലുണ്ടാകും ചേച്ചിക്ക്, അതാണത്. എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഹോർമോൺ ലെവൽസ് എല്ലാം അയാൾ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കുട്ടി വീഡിയോ കേട്ടോ. ഞാൻ നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരാവേ. ഹാവ് എ ഗുഡ് ഡേ.